ഏലിയാവിനെ ദൈവം പല സ്ഥലങ്ങളിൽ അയക്കുന്നു. പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോകുന്നു. ദൈവം അയക്കുന്ന സമയങ്ങളിൽ അയക്കുന്ന സ്ഥലത്ത് പോകുന്നു. ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. പറയാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നു. ആ ലെവലിൽ മാത്രം ദൈവത്തോട് പറ്റിയിരുന്ന ഒരു അനുസരണയുള്ള ഒരു ഭക്തനാണ് ഏലിയാവ്. ആദാം അനുസരണക്കേട് മൂലം തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ നിന്നും വീണുപോയെങ്കിൽ, വീഴ്ത്തപ്പെട്ട മനുഷ്യന്റെ കാറ്റഗറിയിൽ വന്നുവെങ്കിൽ, അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജനിക്കപ്പെട്ട ഏലിയാവ് താൻ അടഞ്ഞ സ്വർഗത്തിന്റെ അനുഭവത്തിൽ മരിച്ചില്ല. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കയറി വന്നതിന് ശേഷം അമേൻ താൻ അതിൽ തന്നെ തുടർന്ന് അമേൻ മരണം പോലും കാണാതെ വണ്ണം ദൈവത്തിന്റെ ശക്തിയാൽ എടുക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക്, ഉന്നത നിലകളിലേക്ക്, ഉന്നത ആത്മീക അനുഭവങ്ങളിലേക്ക് കയറി വരുവാൻ ഏലിയാവിന് കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഉന്നതമായ ആത്മീയ അനുഭവങ്ങളിലേക്ക് കയറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്, ഒരു മാനസാന്തരം ആവശ്യമാണ്, ഒരു രൂപാന്തരം ആവശ്യമാണ്, ഒരു തീക്ഷ്ണത ആവശ്യമാണ്, ഒരു എരിവ് ആവശ്യമാണ്, ഒരു ദാഹം ആവശ്യമാണ്. ഒരു ദാഹമുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ കൂടെ നടക്കുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിശ്ചയമായി നമ്മുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റത്തെ കർത്താവ് തരും. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ചു വഴി നടത്തും.